ഹായ് ഫ്രണ്ട്സ്, ഐ ആം സുഭദ്ര. വെൽക്കം ടു മൈ കിച്ചൺ. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, കുക്ക് വിത്ത് മീ സുഭദ്ര. ഞാനതിൽ മെയിൻലി നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മളിപ്പോൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാവരും രാത്രി ചപ്പാത്തി കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും മീൻകറിയോ അവിയലോ തോരനോ ഒക്കെയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത്. പക്ഷേ ചപ്പാത്തി ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കണമെങ്കിൽ അതിൻ്റെ റൈറ്റ് കോമ്പിനേഷൻ കറികൾ തന്നെ വേണം. ഞാൻ ആദ്യം കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ചെയ്യാം. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ആദ്യം ചെയ്യുന്നത് ആലു പൊറോട്ടയാണ്. ഇത് നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആട്ട 2 കപ്പ്, പുഴുങ്ങിപ്പൊടിച്ച പൊട്ടറ്റോ 2 എണ്ണം, ചെറുതായി അരിഞ്ഞ സവാള 1 കപ്പ്, മല്ലിയില 3/4 കപ്പ്, നെയ്യ് അല്ലെങ്കിൽ എണ്ണ 2 സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1, ഗരം മസാല 1/2 സ്പൂൺ, ജീരകം പൊടിച്ചത് 1/4 സ്പൂൺ, അജ്വൈൻ അല്ലെങ്കിൽ അരിമോദകം 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനിയിപ്പോൾ നമുക്ക് ആലു പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 2 കപ്പ് ആട്ട കുഴച്ച് 1 മണിക്കൂർ മുമ്പേ വെച്ചിരുന്നതാണ്. എന്നിട്ട് കുഴച്ച് നല്ലതായിട്ട് സോഫ്റ്റായ ആട്ടയാണ്. ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം. ഇത് 2 പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതാണ്. ഇത് 1 സവാളയുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമ്മൾ പൊറോട്ടയ്ക്ക് എത്രയും ചെറുതായിട്ട് അരിയാമോ അത്രയും ചെറുതായിട്ട് അരിയണം. ഇത് മല്ലിയില 3/4 കപ്പ് ഉണ്ട്. ഇത് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. നിങ്ങൾക്ക് പച്ചമുളക് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ശകലം മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ പച്ചമുളക് ഇടുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അതാ പ്രിഫർ ചെയ്യുന്നത്. ഇത് അജ്വൈനാണ്. അജ്വൈന് അരിമോദകം, അത് 1/2 സ്പൂൺ. ഇത് 1/2 സ്പൂൺ ഗരം മസാല. ഇത് 1/4 സ്പൂൺ ജീരകപ്പൊടി വറുത്ത് പൊടിച്ചത്. ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ പ്രസ് ചെയ്ത് എല്ലാം കൂടെ മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ മല്ലിയിലയും മസാലയെല്ലാം ഒന്നിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആട്ട ഒരു 5 പൊറോട്ടയ്ക്കാണ്. അത് ഞാൻ 5 ഉരുളകളാക്കി വെച്ചിരിക്കുകയാണ്. പൊറോട്ടയ്ക്ക് ചപ്പാത്തിയെക്കാളും കുറച്ചുകൂടി മാവ് വേണം. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ഉരുളയെടുത്ത് ഗോതമ്പിൻ്റെ മാവിൽ മുക്കിയെടുക്കുക. ഇനിയും പരത്തിയെടുക്കാം. ചപ്പാത്തി പോലെ ഇത് പരത്തിയപ്പം ഇനിയും മസാല വെക്കാം. ഇനി ഇത് 4ആയി മടക്കിയെടുക്കാം. ഇങ്ങനെ ഇനിയും തിരിച്ചു വെച്ച് വേണം നമുക്ക് പരത്താൻ. സൈഡൊക്കെ ഒന്ന് കൈ ഓടിക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ്. മടക്കി വെച്ച ഭാഗം നമുക്ക് അടിയിലോട്ട് വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോഴും മസാല പൊട്ടി പുറത്തോട്ട് വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്.
അതൊക്കെ നമുക്ക് പരത്താം. മസാല നമ്മൾ പുറത്തോട്ട് കാണുകയാണെങ്കിൽ നമുക്കവിടെ ശകലം ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാക്കിയ തവയിലോട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ശരിയാണ്. ഇനി നമുക്ക് ഇത് ചൂടായ തവയിലോട്ടിടാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ അത് തിരിച്ചിടണം. ഗ്യാസ് ശകലം കുറച്ച് വെച്ചേക്കാം. നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയും തിരിച്ചിടാം. ഇനി ഒന്നുകൂടി തിരിച്ചിടാം. ഇത് സിലിക്കോൺ ബ്രഷാണ്. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് പൊറോട്ടയുടെ പുറത്ത് ഓയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കേണ്ടി വരും. ഈ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ട് മറ്റേ ഭാഗത്തും പരട്ടണം. സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ ഘീ ആണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് അവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഘീ അവർ പ്രിഫർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പക്ഷേ എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഘീ പരട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഘീ പുരട്ടിയും ഉണ്ടാക്കി കൊടുക്കാം. കണ്ടോ, അധികം എണ്ണയുടെ ആവശ്യമേ ഇല്ല. ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഞാനത് തിരിച്ചിട്ട് ഇപ്പം മറ്റേ വശവും റെഡി ആകട്ടെ. നമ്മൾ ഒരു പ്രാവശ്യം ഓയിൽ പുരട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഓയിലൊന്നും പുരട്ടണ്ട. പൊറോട്ട മൂക്കുന്ന നല്ല മണം വരുന്നുണ്ട്. തിരിച്ചിടാം. ആലു പൊറോട്ട ഇപ്പം റെഡിയായി. തൈരും അച്ചാറുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പുള്ള അച്ചാറും ഇതിന് യൂസ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.